ജിൻഡോ ജോൺ. ജിൻഡോ ജോൺ, ഇപ്പോ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പാലക്കാട് അടക്കം നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം പാലക്കാട് ഷാഫി പറമ്പിലും ഇ ശ്രീധരനും തമ്മിലുണ്ടായിരുന്ന കോമ്പറ്റീഷൻ എത്രത്തോളം കടുത്തതായിരുന്നു എന്ന്. അവിടെ BJPയുടെ കാൻഡിഡേറ്റിനെ തീരുമാനിക്കാൻ ഇപ്പോൾ തന്നെ അവർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. മാത്രമല്ല അവർക്ക് നല്ല തരത്തിൽ വേരുകളുള്ള മണ്ണാണ് എന്നത് പ്രധാനമാണ്. ഒരു നല്ല കാൻഡിഡേറ്റിനെ നിർത്തുകയാണെങ്കിൽ പാലക്കാട് കടുക്കും പോരാട്ടം എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അവിടെ കോൺഗ്രസിന് ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അത് ഏകപക്ഷീയമായിട്ടോ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നോ വരേണ്ടതല്ല. പാലക്കാട് കോൺഗ്രസിന് അടുത്ത വെല്ലുവിളിയാണ്. രണ്ടാമതും നിങ്ങളുടെ ചെലവിൽ, രണ്ടാമതും നിങ്ങളുടെ അക്കൗണ്ടിലാണ് ഇവിടെ എന്തെങ്കിലും തരത്തിൽ BJP നേട്ടം കൊയ്യുന്നത് എങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന പഴിയും ചെറുതായിരിക്കില്ല. മാധവ്, അതില് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നേ ഉള്ളൂ. BJPക്ക് ഇപ്പോൾ തിരക്കിട്ട് തീരുമാനിക്കാൻ കുഴപ്പമില്ല. അവർക്ക് സ്ഥാനാർത്ഥി, അത് അവരുടെ പാർട്ടിയുടെ ഉൾപാർട്ടി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് വലിയ തിരക്കില്ലെങ്കിൽ അവർ ചെയ്തോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ ചെയ്ത് അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ പഠിച്ച് ഞങ്ങൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി ജയിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ട് എന്ത് വില കൊടുത്തുള്ള മത്സരവും ഞങ്ങൾ നടത്തും. അപ്പോൾ അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണല്ലോ. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. കൃത്യമായിട്ട് ഒരു പോൾ മാനേജ്മെന്റ് വിദഗ്ധൻ തന്നെയാണ്. ഇലക്ഷൻ മാനേജ്മെന്റ് എങ്ങനെ നടത്താൻ കഴിയുമെന്നൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കെ സുധാകരനും VD സതീശനും ഒക്കെ കേരളത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഞങ്ങൾ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യും. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വരാൻ പോകുന്ന കാര്യമാണല്ലോ. ഇനി ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ ശിവശങ്കർ സൂചിപ്പിച്ചു പോയതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക. ആലപ്പുഴ മണ്ഡലത്തിൽ ഇവരുടെ ഒരേ ഒരു കനൽത്തരി, അദ്ദേഹത്തെ ഞങ്ങൾ കടൽ വെള്ളം കോരി ഒഴിച്ച് കിടത്തി കളഞ്ഞിട്ട് അവിടെ ജയിച്ചതാരെ KC വേണുഗോപാലാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ 3,00,000 വോട്ട് കുറവുള്ള അത്രയും വോട്ട് പിടിക്കുന്നത് ആരുടെ വോട്ടാണെന്നും കൂടി പറയണ്ടേ? ഇവിടെ ഒരു തൃശ്ശൂർ മാത്രം ചർച്ച ചെയ്താൽ പോരാ. കേരളത്തിൽ 18,26,000 വോട്ട് കോൺഗ്രസിന് UDFന് കൂടുതലാണ്. LDFനേക്കാൾ കോൺഗ്രസിന് CPMനേക്കാൾ കൂടുതലാണ്. 18,26,000 വോട്ട് CPMനേക്കാൾ കോൺഗ്രസിന് കൂടുതൽ കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ ഈ റിസൾട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ആലപ്പുഴയിൽ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തോളം വോട്ട് എത്തുന്നത്? ഏത് ഭാഗങ്ങളിൽ നിന്ന് ആ വോട്ട് മുഴുവൻ വന്നത് എന്ന് കൂടി പറയണ്ടേ? അതൊന്നും കാണാതെ നമ്മൾ ഇതിൻ്റെ മുഴുവൻ പഴിയും കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുമ്പോൾ അത് ശരിയായ ഒരു ചർച്ചയല്ല. ഇനി പാർട്ടി ഉണ്ടായ പിണറായിലെ പാറപ്പുറം ബൂത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് കൂടുകയാണ്, BJPയുടെ വോട്ടും അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ CPMൻ്റെ വോട്ട് കുറയുന്നു. ഉത്തരവാദിത്തം ആർക്കാ? കേരളത്തിലെമ്പാടും CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ 10-20 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് ഷെയർ കുറയുന്നു. കോൺഗ്രസ് അവിടെ ലീഡ് ചെയ്യുന്നു. 2 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. 11 മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തെത്തുന്നു. 8 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തുന്നു. ഇതിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും 1-2 സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം CPM. ഈ 19 സീറ്റും CPM ലീഡ് ചെയ്യുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സീറ്റുകളാണ്. ഇവിടെ അരുൺകുമാർ പറഞ്ഞല്ലോ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചപ്പോൾ ഞങ്ങൾ നാട്ടുകാരെ മുഴുവൻ കണ്ടു, തെറ്റ് തിരുത്തി. അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്കോർ ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വന്നു, തുടർഭരണം കിട്ടിയെന്ന്. ആ തുടർഭരണം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഇടത് അനുകൂല വോട്ടുകൾ എവിടെ പോയി അരുൺകുമാറെ? അത് പറയും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടും വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് വീഴ്ച വന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകുന്നതിന് മുമ്പ് കഴിഞ്ഞ 3 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ലക്ഷക്കണക്കിന് വോട്ടുകൾ BJPയിലേക്ക് പോയതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ 5 കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ വോട്ട് കുറഞ്ഞു തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളും എടുത്ത് ഇഴകീറി പരിശോധിച്ച് അഭിപ്രായം പറയാൻ താങ്കൾ തയ്യാറുണ്ടോ? താങ്കൾ തയ്യാറല്ല. താങ്കൾ അതിന് പറഞ്ഞ മറുപടി വിശദമായിട്ട് പഠിക്കുമെന്ന. ഈ വിശദമായിട്ട് പഠിച്ചിട്ട് വന്ന് മറുപടി പറയാനാണെങ്കിൽ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് UDFന്റെയും കോൺഗ്രസിന്റെയും മാത്രം നെറുകയിൽ വെച്ച് കെട്ടാൻ നോക്കാതെ ഇതിന്റെ ഉത്തരവാദിത്തം BJP ഇവിടെ വോട്ട് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ. ഇനി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം തന്നെ എടുക്കൂ. നിങ്ങൾ ജയിച്ച ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ K മുരളീധരനാണ് ലീഡ് ചെയ്തത്.
നിങ്ങൾ ജയിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ച ഗുരുവായൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ ലീഡ് ചെയ്യുന്നു. നിങ്ങളുടെ മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലത്തിൽ BJP ലീഡ് ചെയ്യുന്നു. നിങ്ങളുടെ മന്ത്രി രാജന്റെ മണ്ഡലത്തിൽ BJP ലീഡ് ചെയ്യുന്നു. ഉത്തരവാദിത്തമാർക്കാ നിങ്ങൾ പറയണ്ടേ? കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ വോട്ട് കുറഞ്ഞു എന്ന് പറയണ്ടേ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വോട്ട് പോലും CPM ഉം LDF അവിടെ പുതിയതായിട്ട് ചേർത്തിട്ടില്ലേ? പുതിയ വോട്ടർമാരെ ചേർത്തിട്ടില്ലേ? നിങ്ങൾ ചേർത്ത പുതിയ വോട്ടർമാരുടെ വോട്ടൊക്കെ എവിടെ പോയി? അത് പറയണ്ടേ? ഒന്നുകിൽ നിങ്ങളുടെ കാലാനുസൃതമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന നിങ്ങളുടെ വോട്ടുകൾ മുഴുവൻ ചോർന്നു പോയി എന്ന് നിങ്ങൾ സമ്മതിക്കണം, അല്ലെങ്കിൽ പുതിയ വോട്ട് ചേർത്തത് മുഴുവൻ BJPക്കാണ് പോയതെന്ന് പറയണം. ഇവിടെ നമ്മൾ BJP ജയിക്കുമ്പോൾ BJP ജയിച്ചതിൽ വലിയ സങ്കടമുള്ള ഒരാളാണ് ഞാൻ. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയല്ല, BJPയുടെ താമര ചിഹ്നത്തിൽ ഒരു MP കേരളത്തിൽ നിന്ന് വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായിട്ട് ദുഃഖമുള്ള ഒരാളാണ് ഞാൻ. അത് ഉള്ളപ്പോൾ തന്നെ പറയട്ടെ, ഇതിന്റെ കാരണം പരിശോധിക്കാതെ, ഇതിന്റെ കാരണത്തെക്കുറിച്ച് പറയാതെ തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയ വെർബൽ വോമിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ബഹുമാനപ്പെട്ട ഒരു പുരോഹിത ശ്രേഷ്ഠനെ വിളിച്ചത് എന്താ? ഇത്തരം രീതികളിലുള്ള സംസാരവും ഇത്തരം പെരുമാറ്റ രീതികളും ഒക്കെയാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെക്കാൾ വലുതായിട്ട് BJPക്ക് ഇവിടെ വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്. പിണറായിലെ പാറപ്പുറത്ത് BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തമാർക്കാ? പിണറായി വിജയന അദ്ദേഹം 50,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ 2,000-ഓളം വോട്ട് മാത്രമാണ് കോൺഗ്രസ് പുറകിൽ എന്ന് പറഞ്ഞാൽ CPM-ന് പിണറായി വിജയന് കഴിഞ്ഞ പ്രാവശ്യം അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത ഓരോ CPM-കാരനും കെ സുധാകരന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചെയ്തു എന്നല്ലേ? നിങ്ങളുടെ ടീച്ചർ അമ്മയ്ക്ക് വോട്ട് ചെയ്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കാ? CPM-ന്റെ നേതൃത്വത്തിനാ. അപ്പൊ വോട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഭരണത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ, സംസാര ഭാഷയിൽ, പെരുമാറ്റ രീതിയിൽ ഒരു മാറ്റവുമില്ല. പ്രത്യയശാസ്ത്ര ഭംഗി കണ്ടുകൊണ്ട് മാത്രം ആളുകൾ വോട്ട് ചെയ്യുന്ന കാലഘട്ടം കഴിഞ്ഞു എന്ന് തിരിച്ചറിവ് CPM-ന് ഉണ്ടാകണം. ഇവിടെ BJPക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കി കൊടുത്ത് CPM-ആ. തൃശ്ശൂർ പൂരത്തിന്റെ തിരക്കഥ ഇന്നിപ്പോ സുരേഷ് ഗോപി പറയുന്ന തിരക്കഥ മാറ്റുമെന്ന്. തൃശ്ശൂർ പൂരത്തിൽ സുരേഷ് ഗോപിക്ക് പാഞ്ഞെത്തി അവിടുത്തെ സാഹചര്യങ്ങളിൽ ഇടപെടാനായിട്ട് സൗകര്യം ചെയ്തു കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് സ്വീകരിച്ച്? കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? ഓരോ കാര്യം നിങ്ങൾ എടുത്തു പരിശോധിക്കൂ.